മുണ്ടക്കൈ പുനരധിവാസത്തിനായി കേന്ദ്ര സർക്കാർ അനുവദിച്ച വായ്പാ വിനിയോഗത്തിനായി നിർദ്ദേശങ്ങൾ വകുപ്പുകൾ സമർപ്പിക്കണം. പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട അതാത് വകുപ്പുകൾ ഒരാഴ്ചയ്ക്കകം കൈമാറാനാണ് നിർദ്ദേശം. ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. വിവിധ വകുപ്പ് തലവന്മാർ യോഗത്തിൽ പങ്കെടുത്തു. കെ.ആർ. സാജു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സാജു, എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് യോഗത്തിൽ കൈക്കൊണ്ടത്? മുണ്ടക്കൈയിലെ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള 16 പദ്ധതികൾക്കായി 529.5 കോടി രൂപ വായ്പയായി കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നു. ഇത് മാർച്ച് 31-നകം ഈ പണം ചെലവഴിച്ച് കണക്ക് സമർപ്പിക്കേണ്ടതിനാൽ അതിവേഗത്തിലുള്ള നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇന്ന് വകുപ്പ് തലവന്മാർ യോഗം ചേർന്നത്. 16 പദ്ധതികളും ഓരോ വിവിധ വകുപ്പുകൾക്ക് കീഴിലാണ്. ആ വകുപ്പുകൾ ഈ പദ്ധതി വിഹിതവുമായി പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട വായ്പയായി ലഭിക്കുന്ന പണത്തിന്റെ വിനിയോഗം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ഒരാഴ്ചക്കകം സമ്പൂർണമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനാണ് യോഗത്തിൽ ഇന്ന് ധാരണയായിരിക്കുന്നത്. അതിനുശേഷം ഭരണാനുമതി നൽകുന്ന അടക്കമുള്ള നടപടി ക്രമങ്ങളിലേക്ക് കടക്കും. മാർച്ച് 31-നകം പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ സമയത്ത് കേന്ദ്ര സർക്കാരിനെ അക്കാര്യം അറിയിച്ച് കൂടുതൽ സമയത്തിനായി ആവശ്യപ്പെടാം എന്ന ഒരു തീരുമാനവും ധാരണയുമാണ് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ശരി, കെ.ആർ. സാജു ആണ് വിവരങ്ങൾ നൽകിയത്.